ഇന്നത്തെ നമ്മളെല്ലാ ദിവസവും രാവിലെ നടക്കുന്ന നമ്മുടെ ഹൈഫ്ലയേഴ്സ് മീറ്റിംഗിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മളെ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇതുപോലുള്ള ക്ലാസ്സുകൾ. കാരണം പലപ്പോഴും നമ്മളെ ആളുകളെ പലപ്പോഴും ഈ ബിസിനസ് ചെയ്യുന്ന ആളുകള് വളരെ കെയർലെസ് ആയിട്ട് കാണുന്നതാണ് ഇതുപോലത്തെ സെഷൻ എന്ന് പറയും. നമ്മളെ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ മാത്രം അറിവുള്ള ആളുകളാവുക എന്നുള്ളതല്ല, നമ്മളുടെ ടീമിനകത്ത് നല്ല അറിവുള്ള ആളുകളെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ബിസിനസ് അത് വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പക്ഷെ എല്ലാവരും വ്യത്യസ്തമായ രീതിയിൽ അറിവോടുകൂടി വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിച്ചാൽ നമുക്ക് അതൊരു ടീമല്ല. ഒരു ടീം ആവണമെങ്കിൽ ഒരു ടീം ആവണമെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, എല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും ഒരുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണം, അല്ലെ? കാഴ്ചപ്പാടുകൾ ഒന്നാവണം, പ്രവർത്തിക്കുന്ന രീതികൾ ഒന്നാവണം. പലപ്പോഴും നമ്മളെ ഒരു കാഴ്ചപ്പാട് എന്താ വെച്ചാൽ കുറെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുന്ന ചില ആളുകളുടെ ഒക്കെ ഒരു ധാരണ, കുറെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതായത് ഒരു ലക്ഷ്യബോധമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു യൂണിറ്റിയോട് പ്രവർത്തിക്കാത്ത കുറെ ആളുകൾ നമ്മൾ ടീമിനകത്ത് ഉണ്ടായി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും നമുക്കത് വലിയ ബാധ്യതയാവും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരു ബാധ്യതയല്ല, അതൊരു സാധ്യതയല്ല, ഒരു ബാധ്യതയാണ്. നമുക്കറിയാലോ, നമുക്ക് എപ്പോഴും ഒരുപോലെ ചിന്തിക്കുകയും ഒരേ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ടീം ആവുന്നതും ആ ടീമാണ് വലിയ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ, അല്ലെങ്കിൽ വലിയ മിറാക്കിൾസ് ഉണ്ടാക്കുന്നതൊക്കെ, അല്ലെങ്കിൽ വലിയ സക്സസിലേക്ക് ഉണ്ടാക്കുന്നതൊക്കെ, അല്ലെങ്കിൽ വലിയ ലക്ഷ്യം നേടുന്നതൊക്കെ അങ്ങനെയാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ ഒരുപോലെ ചിന്തിക്കുന്ന ആളുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലത്തെ രാവിലെ നടക്കുന്ന ഈ ഹൈഫ്ലയേഴ്സ് മീറ്റിംഗ് അത് വലിയ ഘടകം തന്നെയാണ്. പലപ്പോഴും ചില ആളുകള് രാവിലെ ഈ മീറ്റിങ്ങിനകത്ത് കയറുമില്ല, ആളുടെ ടീമിനകത്ത് ആരെയും കയറ്റാനും ശ്രദ്ധിക്കില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് ഒരു സ്ലോ ഗ്രോത്തേ ഉണ്ടാവുള്ളൂ, വലിയ രീതിയിലുള്ള ഗ്രോത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പോ കുറെ ആൾക്കൂട്ടങ്ങളുള്ള ടീമുകൾ ഉണ്ടാവും, ലീഡേഴ്സ്. അതായത് ഇപ്പൊ തൃശ്ശൂർ പൂരത്തിൽ ലക്ഷങ്ങൾ അണിനിരക്കും, ലക്ഷക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ പൂരത്തിൽ ഉണ്ടാവും. പക്ഷെ അവിടെ ആ ലക്ഷങ്ങളെ നിയന്ത്രിക്കുന്നത് ആയിരങ്ങൾ വരുന്ന പോലീസുകാരാ. എന്താ കാരണം? ആ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് വലിയ അവർക്ക് പ്രത്യേകിച്ച് അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. പക്ഷെ ആ പോലീസുകാർ, ആയിരക്കണക്കിന് വരുന്ന പോലീസുകാർക്ക് ഒരു യൂണിറ്റ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും എന്താണ് ചെയ്യണമെന്ന് അവർക്ക് അറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അവരുടെ പർപ്പസ് ഒന്നായിരിക്കും. എന്ന മാതിരി തന്നെയാണ് നമ്മൾ ടീമിനകത്ത് വരുന്ന ആളുകൾക്കും പർപ്പസ് സക്സസ് ആവുക എന്നുള്ളതും അതുപോലെ തന്നെ ഒരുപോലെ ചിന്തിക്കാനും ഒരുപോലെ പ്രവർത്തിക്കാനും സാധിക്കണമെങ്കിൽ ഈ രാവിലെ നടക്കുന്ന ഈ ഹൈഫ്ലയേഴ്സ് മീറ്റിങ്ങിനകത്ത് അവർ നിർബന്ധമായിട്ടും പങ്കെടുപ്പിക്കണം. അതിനാദ്യം ലീഡർ കയറണം, ഒപ്പം അവരെയും പങ്കെടുപ്പിക്കണം. പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ വെച്ചാൽ ഇതിനകത്ത് അത്തരം ഒരു പ്രവൃത്തി ചില ആളുകൾ ചെയ്യുന്നില്ല, എന്നാൽ ടീമിനകത്ത് ആൾക്കാർ ഉണ്ടാവും ചെയ്യും. അപ്പൊ ആയതുകൊണ്ട് രാവിലെ നടക്കുന്ന എല്ലാ ക്ലാസ്സിനകത്തും നിങ്ങൾ എല്ലാവരും പങ്കെടുപ്പിക്കുക. ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൂളാണ് ഈ രാവിലത്തെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഇനി എനിക്ക് പറയാനുള്ളത് ഈ ക്ലാസ്സിനെ കുറിച്ച് തന്നെയാണ് ഞാൻ 10 മിനിറ്റ് സംസാരിക്കുന്നത്. എന്താണ് ഈ ഹൈഫ്ലയേഴ്സ് മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമുക്ക് ഈ സൂം മീറ്റിംഗ് എല്ലാം വന്നോടുകൂടി നമുക്ക് വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ സൗകര്യം എന്ന് പറഞ്ഞാൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് നമ്മുടെ ടീമിന്റെ റീച്ച് കൂട്ടാൻ പറ്റും. അതാണ് സൂമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ന് രാവിലെ ഈ ക്ലാസ്സിനകത്ത് എവിടേക്കോ സ്ഥലങ്ങളിൽ ആളുകൾ പങ്കെടുക്കുന്നു. ഈവൻ നമ്മുടെ ആൻഡമാനില് എന്താണ് പർവീൻ ഷാ മേഡം ഉൾപ്പെടെ അവിടെ തുടങ്ങിയാൽ എന്റെ സുഹൃത്ത് ദുബായിലുണ്ട്, ആള് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഏരിയയിലുള്ള ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ ഈ സൂമിന് അത് കയറിയിട്ടുണ്ട്. ഒപ്പം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മാൾട്ടയിലുള്ള ആളും ഈ സൂമിന് അത് കയറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നിങ്ങളെ ടീം ഏതൊക്കെയോ ദേശങ്ങളിൽ എവിടേക്കോ സ്ഥലങ്ങളിലുള്ള ടീമുകളൊക്കെ തന്നെയും അവരെ റീച്ച്, അതായത് നമ്മളുടെ റീച്ച് വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യിക്കാൻ, വലിയ രീതിയിൽ കൂട്ടാൻ ഈ മീറ്റിംഗ് കൊണ്ട് സാധിക്കും. റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ഞാൻ പറയുന്നില്ല, റീച്ച് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കണ്ണൂരിൽ നിന്നുള്ള ഒരാൾ അബ്ദുൽസലാം സാർ കണ്ണൂർ കൈ അടിച്ചിട്ടുണ്ട്, കണ്ണൂരിൽ നിന്നും പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ശേഷം ആളെ കാണില്ല, ശരിക്കും കാണില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അപ്പൊ കാണുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കും, ഈ രാവിലെ നടക്കുന്ന ഈ ക്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് ഈ കണ്ണൂരുള്ള ആളെയും
ആൻഡമാനിലുള്ള മാഡത്തിനെയും ദുബായിലുള്ള ആളെയും മാൾട്ടയില്, ഇറ്റലിക്കടുത്ത ദ്വീപാണ് മാൾട്ട, ഈ മാൾട്ടയിലുള്ള ആള് ഒരുപോലെ ക്ലാസ് കൊടുക്കാൻ സാധിക്കൂ? ഇനി അത്ര ഞാൻ രാജ്യാന്തരം വിടുന്നില്ല, ഇനി നാട്ടിലേക്ക് വരാം. നിങ്ങളൊരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ആൾക്ക് എത്ര ആൾക്കാർ ഇതിനകത്ത് കയറി ഉണ്ടാവും? അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയ ഈ പല ദേശങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഒരേ അറിവ് ഒരേ സമയത്ത് ഒരേ മോണിറ്ററിംഗിൽ നിന്ന് കിട്ടുകയാണ്. അവിടെയാണ് നമുക്കൊരു ടീമിനെ വളർത്താൻ സാധിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ഈ ഇത്ര സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ കറങ്ങണം അല്ലേ? അപ്പോ ഞാൻ പറയുന്നത് രാവിലെ നടക്കുന്ന ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിങ്ങിനകത്ത് നിങ്ങളും നിങ്ങൾ ടീമിനകത്തുള്ള മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സും പങ്കെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അത് ആരൊക്കെയാണോ ഉറപ്പുവരുത്തുന്നത് അവര് ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആയിരിക്കും. കാരണം എന്നും രാവിലെ 7 മണിക്ക് രാവിലെ തന്നെ കിട്ടുന്നത് വളരെ പോസിറ്റീവായ കുറെ കാര്യങ്ങളാണ്. ആ പോസിറ്റീവ്, കാരണം രാവിലെ നമുക്ക് എന്ത് കിട്ടുന്നതോ ആ പോസിറ്റീവായി കിട്ടുന്നത് ആ ദിവസം മുഴുവൻ നമ്മളുടെ പ്രവർത്തനത്തിന് അത് എന്ത് ചെയ്യും, വലിയ പ്രചോദനമായിരിക്കും. അപ്പൊ നേരെ മറിച്ച് രാവിലെ ഈ ക്ലാസ് കേൾക്കാത്ത ഒരാൾക്ക് ഡിഫറൻസ് ഉണ്ടാവും, വർക്കിന് ആൾക്ക് വേണ്ട രീതിയിൽ ഇതുണ്ടാവില്ല. ഇതെല്ലാ ദിവസവും രാവിലെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ തൊട്ടുണർത്തി വിളിച്ചുണർത്തി നമ്മളെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, ആളുടെ പുറകിൽ കുറെ ബാറ്ററികൾ ഉണ്ടാവും, ഫുൾ ചാർജ് ആയ ബാറ്ററി ആയിരിക്കും. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് എന്ത് ചെയ്യാണ്, ആ ബാറ്ററി കൊടുക്കുകയാണ്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അവർ ഫുൾ ചാർജ് ആവണം. അതുപോലെ തന്നെയാണ് നമ്മൾ ഫോണിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുത്തിവെക്കുമല്ലോ. എന്തിനാണ്? മനുഷ്യനായാലും ഫോണായാലും ഈ പ്രകൃതിയിലൊക്കെ തന്നെ ആയാലും അത് ഡൗൺ ആവും. അവനെന്ത് ചെയ്യണം, അപ്പാക്കണമെങ്കിൽ ചാർജ് ചെയ്യണം. ആ ചാർജ് ചെയ്യുന്ന എല്ലാ ദിവസവും രാവിലെ ചാർജ് ചെയ്യുന്ന ചാർജിങ് സ്റ്റേഷനാണ് ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇപ്പോഴും ഇതൊരു ബോധം വെക്കാത്ത ലീഡേഴ്സോ ടീമോ ഉണ്ട് നമ്മുടെ. രാവിലെ ഹൈ ഫ്ലയേഴ്സ് മീറ്റിന് കയറണമെങ്കിൽ അപ്പൊ 100,000 കാരണങ്ങൾ പറഞ്ഞ് കയറില്ല, അതിന് രാവിലെ എണീക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാൻ കയറാതിരിക്കുന്നുണ്ട്. അത് ചെയ്യരുത്. ഈ ബിസിനസ്സിനകത്ത് വിജയിക്കുന്നത് കടിമെടുക്കൊണ്ടോ അതല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇപ്പൊ എന്റെ മാതിരി കാണാൻ ഗ്ലാമർ ഉള്ളത് കൊണ്ടോ എന്നല്ല. നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഇതിനകത്ത് വിജയിക്കണമെങ്കിൽ നമ്മളെ കൂടെ വന്ന ആൾക്കാർക്ക് എന്ത് വേണം, അവരെ കറക്റ്റ് ശരിയായ രീതിയിൽ കറക്റ്റ് നോളജ്, കൺസിസ്റ്റന്റ് ആയ ആക്ഷൻ ഈസ് ഈക്വൽ ടു സക്സസ്. അപ്പൊ കറക്റ്റ് നോളജ് നമുക്ക് എവിടുന്ന് കൊടുക്കാൻ പറ്റും? ഈ ക്ലാസ്സിന് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്ന ലീഡേഴ്സിന് അറിയാം. അപ്പൊ ഓരോ ലീഡേഴ്സും ഓരോ ദിവസം സംസാരിക്കുമ്പോ എത്രയോ നോളജ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. അപ്പൊ ഞാൻ ഈ ബിസിനസ്സിനകത്ത് 7 വർഷം കഴിഞ്ഞു. ചിന്തിച്ചു നോക്കിയേ. അപ്പൊ അത് മാത്രമല്ല, എന്റെ ബിസിനസ് ജീവിതത്തിനകത്തോ അല്ലെങ്കിൽ മറ്റ് എക്സ്പീരിയൻസ്, എന്റെ ലൈഫിനകത്ത് പല മറ്റു മേഖല ചെയ്ത എക്സ്പീരിയൻസിനകത്തുള്ള ഈ അറിവ്, അതുപോലെ തന്നെ നമ്മൾ അൽത്താഫ് സാറ് ചിന്തിച്ചു നോക്കുക, ഈ ബിസിനസ്സിനകത്ത് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു ലീഡറാണ്. അതിനേക്കാൾ ഉപരി ഹീറോ ആയ ലീഡറാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അറിവുകളുണ്ട്. ഇങ്ങനെ ഒരു 10 ആളെ 7 വർഷം നോക്കിയാൽ 70 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ രാവിലെ കിട്ടുന്നത്. എന്തിനാണ് ബുക്ക് വായിക്കണം എന്ന് പറയാൻ കാരണം, ഒരു ബുക്ക് എഴുതണം എന്ന അയാൾ എത്രയോ വർഷങ്ങളോളം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ടാണ് ഒരു ബുക്ക് എഴുതുന്നത്. ആ ബുക്ക് വായിക്കുന്ന ആൾക്ക് അത്രയും എക്സ്പീരിയൻസ് കിട്ടുമല്ലേ. അതുകൊണ്ടാണ് ബുക്ക് വായനയുടെ നോളജ് ഒരു വ്യക്തിയെ ജീവിതത്തിൽ മാറ്റുന്നത് പറയാൻ കാരണം. എന്ന മാതിരി തന്നെയാണ് ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിനകത്തും നമ്മൾ ഓരോരുത്തരും എടുക്കുന്നത് ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചെടുത്ത കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ രാവിലെ ക്ലാസ്സിൽ പറയാ. അപ്പൊ സ്വാഭാവികമായിട്ടും 3/4 മണിക്കൂറാണ് നിങ്ങൾക്ക് 70 വർഷത്തെയോ അല്ലെങ്കിൽ 100 വർഷത്തെയോ അറിവ് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ ടീമിനകത്തുള്ള ആളുകളെ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിനകത്ത് പങ്കെടുപ്പിക്കുക. വീഡിയോ മാക്സിമം ഓണാക്കിയിരിക്കുക, ക്യാമറ ഓണാക്കിയിരിക്കുക, ടീമിന്റെ റോൾ മോഡലായിട്ട് നിങ്ങൾ മാറുക. വീഡിയോ ഓണാക്കിയിരിക്കുക. വീഡിയോ ഓണാക്കുമ്പോൾ ഓണാക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണം. അത് ഞാൻ പ്രത്യേകം പറയാൻ, എവിടുന്നാണ് ഓണാക്കുന്നത് ശ്രദ്ധിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ വെച്ചാൽ, രാവിലെ നടക്കുന്ന ഈ ഹൈ ഫ്ലയേഴ്സ് മീറ്റിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് എഴുതിയാലും അതുപോലെ തന്നെ നോട്ട് ചെയ്താലും തീരാവുന്നതിൽ കൂടുതൽ എന്ന ഗുണം രാവിലത്തെ ഈ മീറ്റിനകത്തുണ്ട്. ഒരു വ്യക്തിയെ അല്ല നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണേ, ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു വലിയ അച്ചീവർ ആവാൻ പറ്റും ഈ ബിസിനസ്സിനകത്ത്. ഒരു വ്യക്തിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് മാറി അല്ല ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു ടീമിന് കോമൺ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇരുത്തി പഠിപ്പിക്കണം. ഒരു ടീമിനെ ഒരു കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് ഇരുത്തി പഠിപ്പിക്കണം. ഇപ്പൊ സ്കൂളിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്, അത് കോമൺ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിനകത്ത് 1000ങ്ങളും 10,000ങ്ങളും പഠിച്ചിറങ്ങുന്നു. എന്ന മാതിരി നമ്മളെ ഈ ബിസിനസ്സിനകത്തും ഒരു കോമൺ സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് രാവിലെ നമ്മൾ പഠിപ്പിക്കുന്നത്.
ഇപ്പൊ നമുക്കറിയാലോ സിസ്റ്റം എന്താ സിസ്റ്റം എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് എല്ലാം കാണിച്ചു കൊടുക്കാം അല്ലെ. ഇപ്പൊ ഒറ്റ ഷർട്ട് ഇതാണെന്ന് പറയാം, ഇപ്പൊ ഇതാണ് കാർ എന്ന് പറയാം, നിങ്ങൾ ഇരിക്കുന്ന കസേര ഇതാണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പെൻ ഇതാണെന്ന് പറയാം, ബുക്ക് ഇതാണെന്ന് പറയാം. ഇതിനൊക്കെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ശരിയല്ലേ? എന്നാൽ സിസ്റ്റം എന്താണെന്ന് കാണിക്കാൻ പറ്റൂ? ഇപ്പൊ അത് സിസ്റ്റം കാണിക്കാൻ പറ്റില്ല. അപ്പൊ മതത്തിനെ തൊട്ട് കാണിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. എന്ന മാതിരി തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത് സിസ്റ്റവും തൊട്ട് കാണിക്കാൻ പറ്റില്ല. സിസ്റ്റം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക, മതം എങ്ങനെയാ മനസ്സിലാക്കുക? നമ്മൾ പള്ളിയിലോ അമ്പലത്തിലോ അല്ലെങ്കിൽ എന്താ മോസ്കിലോ ഒക്കെ നമ്മൾ പോകുന്നു, അവിടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പല നമ്മൾ മതഗ്രന്ഥങ്ങളുണ്ട്, അതിന്റെ കാര്യങ്ങളുണ്ട്, അതിന്റെ പണ്ഡിതന്മാരുണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒത്തുചേർന്ന് ആ ഒരു കൾച്ചർ, അതാണ് മതം എന്ന് പറയും. എന്ന മാതിരിയാണ് ഈ ബിസിനസ്സിനകത്തും സിസ്റ്റം എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതുപോലെ ഹൈഫ്ലൈസ് മീറ്റ്, നമ്മൾ ട്രെയിനിങ്സ്, അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നതാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക, ഒരു സിസ്റ്റമാണ്. അപ്പൊ ഈ സിസ്റ്റത്തിനകത്ത് ഒരാളെ പ്ലഗ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ വിജയിക്കാൻ സാധിക്കില്ല. നമ്മൾ ഒറ്റയ്ക്ക് ഓടുന്നതല്ല ബിസിനസ്, ടീമിന്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന ടീമിനെയും കൊണ്ടുപോടുന്നതാണ് ബിസിനസ്. അതിനെന്ത് വേണം? എല്ലാവർക്കും ഒരുപാട് അറിവുകൾ കിട്ടണം. അതിന് രാവിലത്തെ ഈ ഹൈഫ്ലൈസ് മീറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. സ്വാഭാവികം നമുക്കറിയാം, നമ്മൾ ഈ ടീമിൽ 318 ആൾക്കാരാണ് കയറിയിട്ടുള്ളത്. ശരിക്കും ഇത് പോരാ. നമ്മൾ ടീമിനകത്ത് നിന്ന് രാവിലെ 2000-3000 ആളുകൾ കയറാനുള്ള ടീമാണ് നമ്മുടെ ടീം. ഈ സൂം 1000ന്റെ സൂം അടുത്തുള്ളത്, 500 ആളെ ഉള്ള സൂം അല്ല ഇത്, 1000 ആളെ കൊള്ളും. നമ്മളെ ഈ സൂം 1000 ആളെ കൊള്ളുന്ന സൂം നമ്മൾ എടുത്തുള്ളത്. കാരണം എന്താ അറിയോ, അത്രയും നമ്പേഴ്സ് നമുക്കുണ്ട്. ഓരോ STCകളും ആ STCകൾ ടീമിനകത്ത് എത്ര കയറുന്നോ ഉണ്ട് നോക്കിയാൽ മതി. 1000 ആള് പോരാ നമുക്ക് ഇതിൽ കയറാൻ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞാൽ, നമ്മളുടെ ഈ ഇതിനകത്തുള്ള ലീഡേഴ്സ്, നിങ്ങൾ ഓരോരുത്തർ ആരാ ലീഡർ ചോദിച്ചാൽ വിജയിക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് ലീഡേഴ്സ് ഞാൻ പറയുന്നു. നമ്മളെ ലീഡ് നമുക്ക് ഇതിന് തലക്കകത്ത് ഇപ്പോഴും കയറിയില്ല. ഈ രാവിലെ നടക്കുന്ന മീറ്റിംഗിന്റെ ഇമ്പോർട്ടൻസ് എന്ത്? ഒരു കാര്യം ഒരു 10-18 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുകയും കയറുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയി ആൾ ഓട്ടോമാറ്റിക് ഹാബിറ്റ് ആയി മാറും. അപ്പൊ നിങ്ങൾ ഈ രാവിലെ നടക്കുന്ന ഈ ക്ലാസ് നിർബന്ധമായിട്ടും നിങ്ങൾ ടീമിനകത്തുള്ള മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും പങ്കെടുപ്പിക്കുക. എന്നൊരു വീഡിയോ ഓണാക്കി, നിങ്ങൾ ആദ്യം വീഡിയോ ഓണാക്കി അവരുടെ വീഡിയോ ഓണാക്കാൻ പറയുക. അങ്ങനെ നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പറയാം, ഒരു 2 മാസമൊക്കെ തുടർച്ചയായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്ന ഒരു വ്യക്തി പിന്നെ അയാൾ ബിസിനസ് നിർത്തില്ല. കാരണം ആൾക്ക് ഈ ബിസിനസ്സിനകത്ത് നിർത്തിപ്പോകുന്ന ആൾക്കാര് എന്ന് പറയുന്നത് വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അതായത് വരുമാനം ഇല്ലാത്തത് കൊണ്ടല്ല, വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരാൾ വ്യക്തി നിർത്തിപ്പോണത്. ആദ്യം വേണ്ടത് വിശ്വാസമാണ്, ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ്. ഇപ്പൊ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് അറിയാലോ, എനിക്ക് എൻട്രൻസ് കോച്ചിങ് സെന്ററുകളായിരുന്നു, വലിയ സ്ഥാപനങ്ങളായിരുന്നു. എനിക്ക് മഞ്ചേരി, മലപ്പുറം, കോഴിക്കോടൊക്കെ വലിയ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ഥാപനങ്ങൾ ഉള്ള സമയത്താണ് എനിക്ക് ഈ ബിസിനസ് അവസരം കിട്ടുന്നതും ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്നതും. ഈ ബിസിനസ്സിലേക്ക് ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഈ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കുകയാണ്. എന്താണ് ഈ ബിസിനസ്, ഇതിന്റെ സ്കോപ്പ് എന്താണ്, സാധ്യതകൾ എന്താണ് എന്നൊക്കെ ഞാൻ പഠിക്കുകയാണ്. എന്റെ ടീമിനകത്ത് 100 കണക്കിന് ആൾക്കാർ വന്നിട്ടല്ല, അല്ലെങ്കിൽ എനിക്ക് മാസം 10,000 വരുമാനം കിട്ടിയിട്ടല്ല ഞാൻ ഈ ബിസിനസ് ഫുൾ ടൈമർ ആവണത്. എന്റെ നിലവിലുള്ള സ്ഥാപനങ്ങളൊക്കെ ഞാൻ കൊടുത്തു ഒഴിവാക്കുന്നത്, അതെനിക്ക് ഇട്ടെറിഞ്ഞ് പോരുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് മാർച്ച് മാസം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മെയ് ഈ മാസങ്ങളിലെ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക. അഡ്മിഷൻ എന്ന് പറഞ്ഞാല് അപ്പൊ ലക്ഷങ്ങൾ കളക്ഷൻ വരുന്ന സമയാ, ലക്ഷങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കളക്ഷൻ വരുന്ന സമയാ. ഞാൻ അതിന്റെ മുമ്പ് അത് വരും എനിക്കറിയാം. പക്ഷെ ഞാൻ അതിന്റെ മുമ്പ് തന്നെ എന്ത് ചെയ്തു, ഞാൻ ആ സ്ഥാപനം കംപ്ലീറ്റ് ഒഴിവാക്കുക. കാരണം എനിക്ക് കോടികൾ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്ക് കിട്ടി. ഒരു മാസം 500 രൂപ പോലും മാസം വരുമാനം ബെറിസ്റ്റാർ പോലും ആവുന്നതിന് മുമ്പാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഞാൻ ഒഴിവാക്കിയത്. എല്ലാം ഒഴിവാക്കി, ഞാൻ നഷ്ടത്തിന് ഒഴിവാക്കി. എനിക്ക് ഇപ്പോഴും അറിയാം അവിടുത്തെ ബെഞ്ചും ഡെസ്കും എത്രയോ ലക്ഷങ്ങളുടെ വിലയുള്ള ബെഞ്ചും ഡെസ്കും ലൈബ്രറി എക്യുപ്മെന്റ്സും ഒക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മ. 10,000 ചെറിയ പൈസക്ക് ഞാൻ കൊടുത്ത് ഒഴിവാക്കുന്ന സീന് ഇപ്പോഴും എന്റെ മനസ്സിനകത്തുണ്ട്. ഓഫീസ് അത് ഒരു വേറെ ടീമിന് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് എനിക്ക് അങ്ങനെ ആവാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലത്തെ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തു. GTSകൾ കണ്ടിന്യൂസ് ആയി അറ്റൻഡ് ചെയ്തു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതിനകത്ത് മനോജ് സാറും അതുപോലെ തന്നെ നമ്മൾ മുബീൻ സാറുടെ ഒക്കെ ക്ലാസ്സുകൾ റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തു. അത് അറ്റൻഡ് ചെയ്തപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി,
ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കും. വിജയിച്ച ആളുകളുണ്ട്, ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആളുകളുണ്ട്. എനിക്കും സ്വാഭാവികമായിട്ട് ഇത് നേടാൻ സാധിക്കും, ഞാൻ പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്ന ഒറ്റ ബോധ്യം കൊണ്ട് എന്ത് ചെയ്ത് ഞാൻ അതൊക്കെ വിട്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ, ഈ രാവിലെ നടക്കുന്ന ഈ ക്ലാസ് നിങ്ങൾ ടീമിനകത്ത് ഫുൾ ടൈമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. ഫുൾ ടൈമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. പാർട്ട് ടൈമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യലല്ല നമ്മൾ ഈ ബിസിനസ്സിനകത്തുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഘടകം. ഫുൾ ടൈമറെ ക്രിയേറ്റ് ചെയ്യുക എന്നല്ല. നിങ്ങളുടെ ടീമിനകത്ത് ഇന്ന് നിങ്ങൾ ഒരു ലിസ്റ്റ് ഇടുക. ഫുൾ ടൈമേഴ്സ് എത്ര പേര്, പാർട്ട് ടൈമേഴ്സ് എത്ര പേര്, ഫുൾ ടൈമർ എത്ര ബിസിനസ് ചെയ്യുന്നു, പാർട്ട് ടൈമർ എത്ര ബിസിനസ് ചെയ്യുന്നു, പാർട്ട് ടൈമർ എത്ര കാലമായിട്ട് പാർട്ട് ടൈമർ ആണ്. ഒരുപാട് കാലം പാർട്ട് ടൈമർ ആണെങ്കിൽ അയാളെ ഫോക്കസ് ചെയ്യാതിരിക്കുന്നല്ലേ. ഫോക്കസ് ചെയ്യാൻ നെഗറ്റീവ് പറയല്ല. നിങ്ങൾ ടീമിനകത്ത് ഫുൾ ടൈമേഴ്സ് ഉണ്ടെങ്കിൽ, നിങ്ങളെ കൂടെ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് അവരിലേക്ക് ഇടുക. പലപ്പോഴും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു ബോധമില്ലാതെ പലപ്പോഴും ആളുകൾ വർക്ക് ചെയ്യുക. ഫുൾ ടൈം ബിസിനസ് ചെയ്യുന്ന ആളുകൾ എന്ത് വരുമാനം ഉണ്ടാക്കുന്നതിന് നോക്കുക. എന്നിട്ട് അവരെ വരുമാനം ഹൈക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടിയുള്ള വർക്കിലേക്ക് കടക്കുക. അപ്പൊ നിങ്ങൾ ടീമിനകത്ത് ഫുൾ ടൈമേഴ്സിനെ എണ്ണം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ രാവിലെ നടക്കുന്ന ഈ ഹൈഫ്ലൈസ് മീറ്റ് സാധിക്കും. കാരണം ഈ ഹൈഫ്ലൈസ് മീറ്റിനകത്ത് അയാൾ റെഗുലർ ആയിട്ട് അയാൾ ഇറങ്ങുമ്പോൾ കയറുമ്പോൾ അയാൾ എന്ത് ചെയ്യും, ഇതിന്റെ അറിവുകൾ കിട്ടും, ഇതിനകത്ത് വിശ്വാസം വർദ്ധിക്കും, ബിലീഫ് ഉണ്ടാക്കും, ഓട്ടോമാറ്റിക്കൽ ഫുൾ ടൈമർ ആവും. അപ്പൊ ഈ രാവിലെ നടക്കുന്ന ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ തലക്കകത്ത് കയറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എന്താണ്, നമ്മളെ എങ്ങനെ പറയാ, മലർപ്പൊടിക്കാരൻ സ്വപ്നം പറയില്ലേ, നിങ്ങൾ സ്വപ്ന ജീവികളായിട്ട് മാറും. ഒരു സ്വപ്ന ജീവികൾ മാത്രമായിട്ട് മാറും. അത് ആവാതിരിക്കാൻ രാവിലത്തെ ക്ലാസ്സിൽ കയറണം എന്ന് പറഞ്ഞത്. ഈ ക്ലാസ്സിൽ കയറി ഇറങ്ങി ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങളൊരു ഗ്രൂപ്പിനകത്ത് ഒരു വോയിസ് ഇടുന്നു, നിങ്ങൾ കീ ലീഡേഴ്സിനെ മുഴുവൻ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇന്ന് ആരൊക്കെ കയറി എന്നുള്ള റിപ്പോർട്ട് വാങ്ങുന്നു. കയറാത്ത ആളുകൾ നിങ്ങൾ ഒന്ന് വിളിക്കുന്നു. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, കയറിയ ആളുകൾക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നു. എന്നിട്ട് ഇന്നത്തെ വർക്കിലേക്ക് അവർ പോകുന്നു. വൈകുന്നേരം അവരെ ഒന്ന് വിളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് കീ ലീഡേഴ്സിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കുക. വൈകുന്നേരം ടോട്ടൽ വർക്കിന്റെ ഒരു അനലിസിങ് നടത്തുന്നു. രാവിലേക്ക് എന്ത് ചെയ്യാണ്, പിറ്റേഴ്സ് ഹൈഫ്ലൈസിന്റെ പ്രൊമോഷൻ ശക്തമായി നടത്തുന്നു. ഇങ്ങനെ റെഗുലർ ആയിട്ട് നിങ്ങൾ നടത്തി നോക്കിയാൽ നിങ്ങളെ ടീം വേറെ ലെവലാവും. ഇതിനകത്ത് നിങ്ങൾ ഒരേ സമയത്ത് ഒരുപാട് വർക്ക് ചെയ്യണം. നിങ്ങൾ ആസ് എ മാനേജർ, നിങ്ങൾ ഒരു സ്ഥാപനം മാനേജർ എന്ന് മാറ്റി തന്നെ ഇവിടെ മാനേജ് ചെയ്യണം. മാനേജർ അക്കൗണ്ടന്റ് ആണ്, ഇവിടെ PR വർക്ക് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇവിടെ നിങ്ങളൊരു ബോസ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ബോസ് കളിക്കരുത്, ലീഡർ കളിക്കണം. ബോസ് എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്ന അറിയാം, ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറയാം. ലീഡർമാര് നമ്മൾ പെരുമാറുക. അപ്പോൾ നമ്മൾ ലീഡ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം, പഠിക്കണം. ഓക്കെ, എല്ലാ ജോലിയും നമ്മൾ ഒരേ സമയത്ത് ചെയ്യണം. അതാണ് ഡയറക്ട് സെല്ലിങ്ങിനകത്ത് നമ്മൾ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ എല്ലാ ജോലി ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം. ക്ലിയർ? പക്ഷെ ഹൈഫ്ലൈസ് മീറ്റിനകത്ത് റെഗുലർ ആയിട്ട് കയറുന്ന ഒരാള് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, അയാളെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും, കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടാവും, ആറ്റിറ്റ്യൂഡിന് മാറ്റം വന്നിട്ടുണ്ടാവും, ക്യാരക്ടറിന് മാറ്റം വന്നിട്ടുണ്ടാവും, ബിഹേവിയറിന് മാറ്റം വന്നിട്ടുണ്ടാവും, ഇതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അങ്ങനെ മാറ്റം വന്ന ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. അങ്ങനെ ഒരാളുടെ കൂടെ നമുക്ക് വലിയ രീതിയിൽ എന്ത് ചെയ്യാം, ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തെക്കോട്ട് വിളിക്കുമ്പോൾ പടിഞ്ഞാട്ട് പോകേണ്ട ടീമിനെ കൊണ്ട് പോയാൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ കിഴക്കോട്ട് എടുക്കും. ക്ലിയർ? അപ്പൊ അതെന്ത് വേണം, ഇവരെല്ലാരും ഒരുപോലെ അങ്ങ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരുപോലെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരുപോലെ ചിന്തിക്കാൻ സാധിക്കണം. ഒരേ അറിവുകൾ തലേക്ക് കയറണം, ഒരേ അറിവുകൾ. അതിനെന്ത് വേണം, ഈ ഹൈഫ്ലൈസ് മീറ്റ് നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നടക്കുന്ന ഹൈഫ്ലൈസ് മീറ്റിനകത്ത് മാക്സിമം നിങ്ങളുടെ ടീമിനകത്തുള്ള മുഴുവൻ ആൾക്കാരും കയറി എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 100% ഞാൻ പറയാം, നിങ്ങൾക്ക് ഇതിനകത്ത് വലിയ സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇന്ന് മുതൽ ആ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുക. ക്ലിയർ? അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഈ പലപ്പോഴും ഈ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ടീം ഡിപ്പെൻഡ് ചെയ്തിട്ട് ബിസിനസ് ആൾക്കാരുണ്ട്, ആശ്രയിക്കും നമ്മളെ. ശരിയാണല്ലേ? നിങ്ങൾ വേറെ ആശ്രയിക്കും, ലീഡർ ആശ്രയിക്കും, ലീഡർ വേറെ ആൾ ആശ്രയിക്കും. ഡിപ്പെൻഡ് ചെയ്ത് ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് വലിയ വളർച്ച ഉണ്ടാവില്ല. പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ എന്റെ താഴോട്ട് വലിയ ടീമിനെ ബിൽഡ് ചെയ്യണം എന്നുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യണമെങ്കിലും ഈ രാവിലത്തെ ക്ലാസ് നിർബന്ധമാണ്. കാരണം അറിവ് കുറയുമ്പോഴാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക. അറിവ് കുറയുമ്പോൾ പേടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, ആശ്രയിക്കും. അറിവ് ഉണ്ടാവുമ്പോ ഓട്ടോമാറ്റിക്കലി പേടി പോകുമ്പോ സ്വാഭാവികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവും. എന്നാൽ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അതിനാണ് ഞാൻ ലീഡറോട് പറഞ്ഞത്, എന്താ, നിങ്ങള് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യണമെന്ന് പറഞ്ഞത്. അറിവുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ ശക്തമായിട്ട് വർക്ക് ചെയ്യില്ല. അറിവുണ്ടാകുമ്പോ പേടി പോവില്ല. പക്ഷെ അറിവുണ്ടെങ്കിൽ പ്രവർത്തിക്കാനുള്ള കോൺഫിഡൻസ്
കുറച്ചെങ്കിലും കൂടും. ആ കുറച്ചെങ്കിലും കൂടിയ കോൺഫിഡൻസോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആക്ഷൻ കൂടുമ്പോൾ പെർഫെക്ഷൻ കൂടും. പെർഫെക്ഷൻ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തിക്കാനുള്ള ഒരു ത്വര ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അതാണ് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് പേടി? എന്താണ് പേടിക്കാണ്? ഇപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും, നല്ല അറിവുണ്ടാവും, പക്ഷെ ആൾക്ക് പേടിയാണ്. എന്തുകൊണ്ടാ? ഫുട്ബോൾ കളിക്കാൻ എല്ലാവർക്കും അറിയാം, നിയമങ്ങളും എല്ലാവർക്കും അറിയാം, പക്ഷെ എല്ലാവരും മെസ്സി ആവുന്നില്ല, എല്ലാവരും റൊണാൾഡോ ആവുന്നില്ല. എന്തുകൊണ്ടാ? പേടി വരാനുള്ള കാരണം അറിവില്ലായ്മയല്ല, അറിവ് ഇല്ലായ്മ മാത്രമല്ല, അറിവുണ്ടെങ്കിലും പേടി വരാൻ കാരണം ഇതിനെ പ്രാക്ടീസ് ചെയ്യാത്തതാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നോളജ് കൂടുന്നത്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നോളജ് കൂടുമ്പോൾ പേടിയും പോവും. അപ്പൊ നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കാൻ അറിയില്ലേ, ഉള്ള അറിവ് വെച്ച് ചെയ്യാൻ തയ്യാറാവുക. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അത് പ്രാക്ടീസ് കൂടി ഓട്ടോമാറ്റിക് നിങ്ങൾ നല്ലൊരു പ്ലാൻ പ്രസന്റർ ആവും. ഇന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഒരു പെർഫെക്ഷനുള്ള അല്ലെങ്കിൽ 100% പെർഫെക്റ്റ് ആയ ഒരു വ്യക്തി ഈ ലോകത്തില്ല. പ്ലാൻ പ്രസന്റിംഗ് ഇല്ല, മീറ്റിങ്ങിനകത്തില്ല, ഒന്നിലുമില്ല. എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്രൊഫഷനും അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഒരു ഡോക്ടർ എന്താ പറയാ? ഒരു ഡോക്ടർ എന്ത് പറയും? ഞാൻ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഇന്ന സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിയാണോ അല്ലേ? ഒരു വക്കീൽ എന്താ പറയാ? ഞാൻ ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സുപ്രീം കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ ഡിസ്ട്രിക്ട് കോർട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിയല്ലേ? ഒരു ഡോക്ടർ എന്താ 50 കൊല്ലമായിട്ട് ഡോക്ടർ എന്താ പറയാ? 15 years 50 കൊല്ലമായ ഡോക്ടറും പറയാ എന്താണ്, ഞാനിപ്പോൾ മഞ്ചേരിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനിപ്പോ ഇന്ന ഹോസ്പിറ്റലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താ? ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രാക്ടീസ്. എല്ലാവരും പറഞ്ഞു നോക്കിയേ, പ്രാക്ടീസ് നല്ല രസമുണ്ടാവും. ബിന്ദു കൃഷ്ണൻ സാറെ കാണുന്നു, ഒന്ന് പറഞ്ഞു. ഞാൻ കേൾക്കുന്നുണ്ട്, ഒന്ന് പറഞ്ഞാൽ. കേട്ടു എല്ലാരും കേട്ടു. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ഡെയിലി ആക്ഷനിലേക്ക് കടക്കുക, 5ഉം 10ഉം പ്ലാൻ കൊടുക്കണമെന്ന്. ഒരു ഡോക്ടർ ഒരു ദിവസം എത്ര പേഷ്യന്റിനെ നോക്കും? അന്ന് മാറി തന്നെയാണ് ഇതും. നിങ്ങൾ ഒരു ദിവസം 5ഉം 10ഉം പ്ലാൻ കൊടുക്കണം, ആക്ഷനിലേക്ക് കടക്കണം. ആക്ഷനിലേക്ക് കടക്കണം. വിത്തൗട്ട് ആക്ഷൻ നത്തിങ് വിൽ ഹാപ്പൻ. ആക്ഷൻ ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, ഒരു ചുക്കും ഉണ്ടാവില്ല. ക്ലിയർ? അപ്പൊ നിങ്ങൾ ഡെയിലി പ്ലാൻ കൊടുക്കുക, 5 പ്ലാനും 10 പ്ലാനും കൊടുക്കും. നമ്മളൊക്കെ പണ്ട് ഡെയിലി രാവിലെ ആകുമ്പോഴേക്കും 5ഉം 6ഉം പ്ലാനൊക്കെ കഴിയും. വൈകുന്നേരം ആകുമ്പോഴേക്കും പ്ലാനൊക്കെ കൊടുത്ത് ഈ അണ്ണിണ്ടല്ലോ ഇവിടെ കോഡ്, ഇതൊക്കെ വേദനിക്കും. പിന്നെ രാത്രിയൊക്കെ വൈകുന്നേരമൊക്കെ നമ്മൾ പിന്നെ വൈകുന്നേരത്തെ പ്ലാനൊക്കെ എന്ന് പറഞ്ഞ ഒരു പ്ലാൻ ആവും. മൈലേഷൻ എന്നൊക്കെ പറയുമ്പോ സൗണ്ട് ഒക്കെ പോകും, ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടെ വേദനിച്ചിട്ട് മനസ്സിലായോ? നിങ്ങൾ കുറച്ച് അധികം പ്ലാൻ കൊടുത്തു നോക്കുക, അപ്പൊ നിങ്ങൾക്ക് ഇവിടെയൊക്കെ വേദനിക്കും. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ വയറ് മാത്രമേ വേദനിക്കുള്ളൂ, നല്ലോണം തിന്നിട്ട്. കാരണം ആകെ ഒരു ചിന്തയുള്ളൂ, തിന്നണം. വേറെ ഒന്നുമില്ല. തീറ്റ കുറച്ചാൽ നമ്മൾ രക്ഷപ്പെടും. ഞാൻ വെറുതെ പറഞ്ഞ, അല്ലെങ്കിൽ രാത്രി കിടക്കാൻ പോകുമ്പോ എന്താ ചോദിക്കുക, നാളെ രാവിലേക്ക് ഇപ്പൊ എന്താ തിന്നാൻ നോക്കിയാ എന്താ ചോദിച്ചാൽ കിടക്കാൻ പോവാ. ശരിയല്ലേ? നാളെ രാവിലെ ഇപ്പൊ എന്താണ് തിന്നാൻ അല്ലേ? നാളെ രാവിലെ എന്താ കഴിക്കുക? ഇത് ചോദിച്ചിട്ടാണ് നമ്മൾ ബെഡ്റൂമിലേക്ക് കിടക്കാൻ പോകുന്നത്. ഇതാണ് അവസ്ഥ. നിങ്ങൾ എന്ത് ചെയ്തല്ലേ ചോദിക്കണേ? അപ്പൊ നമുക്ക് എന്താ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ പ്രാക്ടീസ് ഡെയിലി ആക്ഷൻ. അപ്പൊ ഈ ഡെയിലി ആക്ഷൻ ഉണ്ടാക്കാനുള്ള മൂഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ രാവിലെ ക്ലാസ്സിന് കയറ്റണം. ശരിയാണോ അല്ലയോ? രാവിലെ ക്ലാസ്സിന് കയറ്റണം. രാവിലത്തെ നടക്കുന്ന ഈ ഐഫ്ലേസ് മീൻഡ് കയറ്റി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ മൂഡ് ചേഞ്ച് ആവും. മൂഡ് ചേഞ്ച് ആവുമ്പോഴേ വർക്കിന് മാറ്റം വരുള്ളൂ. അപ്പൊ നിങ്ങള് അത്തരം കാലങ്ങൾക്കകത്ത് നിങ്ങൾ വളരെ ശക്തമായ നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. രാവിലത്തെ ഈ ക്ലാസ് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം? ഫോക്കസ് ചെയ്യണം. അങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ലീഡർ ആരാണോ അവർക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു വലിയ അച്ചീവർ ആവാൻ സാധിക്കും. അതിന് യാതൊരു ഡൗട്ടും ഇല്ല. രാവിലത്തെ ക്ലാസ് അത് കറക്റ്റ് നോക്കണം. നിങ്ങൾ ടീം എഴുതി നിങ്ങളൊരു കാര്യം ഇങ്ങനെ ചെയ്യാം. ചില ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എങ്ങനെയെന്നറിയോ, ഒരു ലെഡ്ജറിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് പേര് കംപ്ലീറ്റ് ആദ്യം എഴുതിക്കും. നിങ്ങൾ ഇങ്ങനെ നോക്കും, ഇന്നാൾ കയറി ടിക്കറ്റ് പോകും. പേര് എഴുതിനേക്കാൾ എളുപ്പമാണല്ലോ ടിക്കറ്റ് പോവാ. അപ്പൊ നമ്മളെ സ്കൂളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഒരു 50 രൂപ കൊടുത്താല് ഇവിടെ ഒരു അറ്റൻഡൻസ് ഒരു ബുക്ക് കിട്ടും. സ്കൂളിൽ അറ്റൻഡൻസിനുള്ള ബുക്ക് കിട്ടും. 50 ഉറുപ്പ്യുള്ളൂ. ഇവിടെ ബുക്ക് സ്റ്റാളിൽ പോയാൽ മതി. ആ ഒരു ബുക്ക് വാങ്ങാം, 50 രൂപയുള്ളൂ. ആ ബുക്കിനകത്ത് എന്ത് ചെയ്യുന്നറിയോ? ആ ബുക്കിനകത്ത് നമ്മൾ ഓരോരുത്തരുടെ പേര് എഴുതാനും ഓരോ ദിവസവും അറ്റൻഡൻസ് ഇടാനുള്ള കോളം ഉണ്ട്. അത് നമ്മളൊരു ക്ലറിക്കൽ വർക്ക് ഇതിനകത്തുണ്ട്.
അല്ലാണ്ട് രാവിലെ നീക്കുക, കുളിക്കുക, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ഇൻസൈഡ് ചെയ്യുക, ഇറങ്ങുക, ആരൊക്കെ കാണാനുള്ളോ ചോദിച്ചാൽ നടക്കല്ല. ഒരു ക്ലറിക്കൽ വർക്ക് ഇതിനകത്തുണ്ട്. ഒരു ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ചോദിക്കുക, നിങ്ങൾ ഈ അറ്റൻഡൻസ് ഇടാനുള്ള രജിസ്റ്റർ കിട്ടുമോ ചോദിക്കുക, സ്കൂളിലേക്കല്ല ചോദിക്കുക. അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും 50 രൂപയുള്ളൂ, അല്ലെങ്കിൽ 60-70 രൂപ. പോട്ടെ 5000 ആണെങ്കിൽ കുഴപ്പമില്ല, അത്രയൊന്നും വരുന്നില്ല, 50 രൂപയെ വരുന്നുള്ളൂ. അതൊന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ ടീമിന്റെ ലിസ്റ്റ് അതിൽ എങ്ങനെ എഴുതുക. എന്നിട്ട് രാവിലെ നിങ്ങൾ ഹൈഫ്ലൈസ് മീറ്റിൽ ഇങ്ങനെ എടുക്കുമ്പോ നിങ്ങൾ എങ്ങനെ അയക്ക് നോക്കി ടിക്ക് ഇട്ടാ മതി. ഡേറ്റിയുടെ മുകളിൽ എന്നിട്ട് നിങ്ങൾ ടിക്ക് ഇടുക, ഇന്ന് കയറി കയറാത്ത ആൾക്കാർ ലിസ്റ്റ് അങ്ങനെ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വിളിക്കുക, എന്താ സാർ നിങ്ങൾ കയറാഞ്ഞ്, നാളെ കയറണം കേട്ടോ, ഞാൻ അവിടെ നോക്കുന്നുണ്ട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാവരും കയറും. അങ്ങനെ നിങ്ങൾ ചെയ്ത് മുഴുവൻ ആൾക്കും കയറി നോക്കട്ടെ, ഒരു 30 ദിവസം തുടർച്ചയായിട്ട് ഈ മീറ്റിംഗ് കേട്ടോക്കട്ടെ, നിങ്ങൾ ടീം സെറ്റ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ടീം സെറ്റ് ആവും. കാരണം ഇതിനകത്ത് കറക്റ്റ് നോളജ് കൊടുക്കുകയാണ്. അപ്പൊ ഇതെന്താ ഇപ്പോഴും ഈ രാവിലത്തെ ക്ലാസ് എന്തിനാണ് എന്ന് ഇത് നമ്മൾ കേൾക്കുന്ന ലീഡേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ബോധം ഉണ്ടായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ടീമിനകത്തും വലിയൊരു ചേഞ്ചസ് ഉണ്ടാവും. അത് ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഈ രാവിലത്തെ ക്ലാസ്സിനകത്ത് നിങ്ങളുണ്ട്. ഈ രാവിലത്തെ ക്ലാസ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യാണ് എനിക്ക് പറയാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആയതുകൊണ്ട് നമ്മൾ എന്ത് വേണം, ഇത്തരം കാര്യങ്ങൾക്കകത്ത് നിങ്ങൾ ചെയ്യുകയും ഒപ്പം നിങ്ങൾ ലീഡറായിട്ട് നിങ്ങൾ മാറാനെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും നമ്മള് കുറച്ച് കാര്യങ്ങൾക്കകത്ത് വലിയ കുറച്ച് കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും.